ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നിതാ സച്ചുമോൻ്റെ ലച്ചുമോളുടെ സ്കൂളിലെ പ്രോഗ്രാമാണ്, ആനുവൽ ഡേ ആണ് കേട്ടോ. അപ്പോൾ നമ്മളെ അടുത്ത് പറഞ്ഞത് ഒരു 2 മണി 2:30 ആകുമ്പോഴേക്ക് കുട്ടികളെ എത്തിക്കാനാണ്. അപ്പോൾ എനിക്ക് വേറൊരു വഴിക്ക് പോകാനുള്ളതുകൊണ്ട് ഞാൻ ടീച്ചറെ ആദ്യം വിളിച്ച് പെർമിഷൻ എടുത്താണ് അവർ 4 മണി ആകുമ്പോഴേക്ക് വരുള്ളൂ എന്ന്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അവിടെയൊക്കെ പോയി വരുമ്പോഴേക്ക് 4 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ഏട്ടന് വേഗം വന്നതുകൊണ്ട് ഏട്ടനാണ് സ്കൂളിലാക്കി തന്നത്. നമ്മളവിടെ എത്തിയപ്പോഴും ഓവറായിട്ട് ആളുകളൊന്നുമില്ല കേട്ടോ. എല്ലാവരും വരുന്നതേ ഉള്ളൂ. ആ ഒരു ടൈം ആകുമ്പോഴേക്കും തന്നെ ഞങ്ങളവിടെ എത്തിയപ്പോഴാണ് മേക്കപ്പും കാര്യങ്ങളൊക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് സച്ചൂട്ടൻ്റെ കരാട്ടെ ആയിരുന്നു. അപ്പോൾ അവനെ വേഗം ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് അവനെ താഴോട്ടേക്ക് പറഞ്ഞയച്ചു കേട്ടോ. അതിനുശേഷം മോള് മേക്കപ്പ് ഇടാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ. അപ്പോൾ അവൾ ഫസ്റ്റ് ടൈമാണ് പ്രോഗ്രാമെല്ലാം അറ്റൻഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ആൾ. പിന്നെ രാവിലെ തന്നെ ഒരു ഫീവറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്തായാലും നോക്കിയിട്ട് പറഞ്ഞയക്കാന്നുള്ള ലെവലായിരുന്നു. പിന്നെ അവൾ വന്നില്ലെങ്കിൽ ബാക്കിയുള്ള കുട്ടികളൊക്കെ ഐറ്റം കളിക്കുന്നത് കൊണ്ടൊക്കെ ബുദ്ധിമുട്ടാവില്ലോ എന്നുള്ളൊരു ഒരൊറ്റ കാരണം കൊണ്ടാണ് കേട്ടോ പറഞ്ഞയച്ചത്. അപ്പോൾ ഞാൻ ഉണ്ടായിരുന്നു അവളെ കൂടെ തന്നെ എല്ലാ കാര്യത്തിനും. അപ്പോൾ ആൾക്ക് ചെറിയൊരു ഉച്ചയ്ക്ക് ശേഷം ആയതുകൊണ്ട് ഒരു ചെറിയ ഉറക്കക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫീവറിൻ്റെ മെഡിസിനൊക്കെ എടുത്തതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ആൾ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് കേട്ടോ. 2 പേരുടെയും ഡാൻസിൻ്റെ വീഡിയോസ് ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ അങ്ങനെ അതാ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഗ്രീൻ റൂമിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാനും വേറെ 2 പാരൻസും മാത്രമേ ഉള്ളൂ അലൗഡ് ഉള്ളൂ. പിന്നെ ടീച്ചറാണ് അവരെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ. എനിക്ക് അവരുടെ കളർ ഭയങ്കര ഇഷ്ടമായിട്ടോ ഡ്രസ്സിൻ്റെ. നല്ലൊരു കോമ്പിനേഷനായിരുന്നു. മോൾക്ക് മാറ്റി വന്നപ്പോഴേക്ക് തന്നെ കുഞ്ഞിനെ കാണാൻ തന്നെ വെറൈറ്റി ആയിരുന്നു കേട്ടോ. വേറൊരു ലുക്ക് തന്നെയായിരുന്നു. പിന്നെ പനി ആയതുകൊണ്ട് ഞങ്ങൾ മുടിയൊക്കെ വെട്ടിക്കളഞ്ഞത്. ഞങ്ങൾ കുറച്ചൊന്ന് മുടിയൊക്കെ നീട്ടം വെപ്പിച്ച് വന്നായിരുന്നു ഇപ്പോൾ പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് വയ്യാണ്ടായി. ആ ഒരു ഇതുകൊണ്ട് നമുക്ക് വെട്ടിക്കളയേണ്ടി വന്നപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ടോ. കാരണം വട വെച്ച് കെട്ടുമ്പോഴത് വട നിൽക്കാൻ മാത്രമുള്ള ഒരു ഹെയർ ഉണ്ടായിരുന്നില്ല. അഴിക്കുമ്പോഴാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. ലാസ്റ്റ് മുളന്ന് ചെറുതായി കരയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. പിന്നെ മോളുടെ ഫ്രണ്ട് ഉണ്ട് നിധാര. അപ്പോൾ അവൾ അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരെല്ലാവരും മരിക്കി നിൽക്കുകയാണ് ലിപ്സ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട്. അത് ഏറ്റവും അവസാനമാണ് കേട്ടോ. കാരണം കുട്ടികൾ കുറേ അതിൽ ഓടിക്കളിച്ചിട്ടൊക്കെ കുറേ കുട്ടികളുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ പോയിട്ട് അവർ രണ്ടാമതും ടച്ചപ്പ് ചെയ്ത് കൊടുത്തതാണ്. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലൊരു ഓവർവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ സൈഡിൽ നിൽക്കുമ്പോഴുള്ള ഒരു ഫോട്ടോയാണ്. പിന്നെ അമ്മയും അച്ഛനും ഹസ്ബൻഡും ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്കൂളിനെ പറ്റിയിട്ടാണ്. ഇതൊരു പ്രൊമോഷൻ വീഡിയോയോ അങ്ങനെയൊന്നും ആയിട്ട് ആരും കണക്കാക്കരുത്. അപ്പോൾ ചേളന്നൂർ ഏഴയാർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഉദയം പബ്ലിക് സ്കൂളുള്ളത്. ഏഴയാർ ജംഗ്ഷനിൽ കുറച്ചൊന്ന് മുന്നോട്ടേക്ക് വരുമ്പോൾ എന്താ പറയുക, ഈ മെയിൻ റോഡ് കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ വലിയ വണ്ടികളുടെ ഒച്ചപ്പാടുകളോ കുഞ്ഞുങ്ങൾക്കൊരു അസൗകര്യമുള്ള രീതിയിലുള്ള അങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല. പിന്നെന്ന് പറഞ്ഞാൽ എല്ലാതരം വണ്ടികളും സ്കൂളിലേക്ക് എത്തും. ഗേറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഫുള്ളായിട്ട് കുട്ടികൾക്ക് നല്ല സുരക്ഷിതത്വമാണുള്ളത്. പിന്നെന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സിൻ്റെ കാര്യമാണ്. ടീച്ചർമാരൊക്കെ നമ്മുടെ അമ്മമാരെ പോലെ തന്നെ നല്ല കെയറിങ് ആണ് കുഞ്ഞുങ്ങൾക്ക്. അതേപോലെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഫീസും കാര്യങ്ങളാണ്. പിന്നെ വണ്ടികൾ കുട്ടികളെ കൊണ്ടുവരാനും കൊണ്ടാക്കാനും വണ്ടികളും ഫെസിലിറ്റീസൊക്കെ അവിടെ സ്കൂളിൽ നിന്ന് തന്നെ നമുക്ക് ആക്കിത്തരും. പിന്നെന്ന് പറഞ്ഞാൽ അവർ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള പാർക്കും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ലൈറ്റും കാര്യങ്ങളും ഓൾറെഡി പാർക്ക് ഉണ്ടായിരുന്നു. അത് കുറച്ചുകൂടി ഒന്ന് ഡെവലപ്പ് ആക്കിയതാണ് ഈ ആനുവൽ ഡേനോടനുബന്ധിച്ച്. അങ്ങനെ ഏകദേശം ആ പ്രോഗ്രാമൊക്കെ ഒന്ന് കഴിഞ്ഞു. അപ്പോൾ കുട്ടികൾ പ്രൈസ് വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മോനും മോളും നിധാര അതേപോലെ തന്നെ ഒരുപാട് കുട്ടികളുണ്ട്. കുറേ കുട്ടികൾ പോയിട്ടുണ്ട്. രാത്രി ഏറെ വൈകിട്ടായതുകൊണ്ട് കുറേ കുഞ്ഞുങ്ങൾ പോയിട്ടുണ്ട്. പിന്നെ ടീച്ചേഴ്സിൻ്റെ പ്രോഗ്രാം, അമ്മമാരുടെ പ്രോഗ്രാം, അങ്ങനെ പല പ്രോഗ്രാമുകളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ മോനും മോളൊക്കെ പ്രൈസ് വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഐറിഷ് ഓങ്കാർ UKG, നിതാര LKG, ദൃഗ UK. അപ്പോൾ ആ പ്രൈസ് എല്ലാം വാങ്ങി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. ഏകദേശം 12 മണിയായിട്ടുണ്ട്. 2 പേർക്ക് ഓർക്കൊക്കെ ഉണ്ട്. അപ്പോൾ വീട്ടിലെത്തി മേലൊക്കെ കഴുകിയിട്ട് വേണം കിടന്നുറങ്ങാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയ്ക്ക് നമുക്ക് വീണ്ടും കാണാം. ബൈ.